എങ്ങനെ ഇരുന്ന മനുഷ്യനാ ആ കമ്മീഷണർ ലേല, രുദ്രാക്ഷം, വാഴുന്നോർ, FIR, നരിമാര്, എത്ര കിടില ആക്ഷൻ ഹിറ്റുകളാണ് അയാൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലായിക്കാണ്, കാരണം ഈ സിനിമ പേരൊക്കെ കേൾക്കുമ്പോഴേ മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തം പഴയ സൂപ്പർ സ്റ്റാറെ സുരേഷ് ഗോപിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ സുരേഷ് ഗോപിയെ കുറിച്ചല്ല, പഴയ നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ചാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ കാക്കി ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചേരുന്ന ഒരു കലാകാരൻ, അല്ലെങ്കിൽ ആക്ഷൻ അത്രയും കിടിലമായിട്ട് ചെയ്യുന്ന ഒരു കലാകാരൻ മലയാള സിനിമയിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ കാണില്ല. അങ്ങനെയുള്ളൊരു ഹെവി ആക്ടറാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയുള്ള ഒരു കലാകാരൻ, അതായത് ഇന്നത്തെ സുരേഷ് ഗോപിയുടെ ഒരു അവസ്ഥ ഒന്ന് നോക്കി എന്താണെന്നുള്ള കാര്യം. അതുപോലെ ആ റോഡ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ? ഇന്നലെ രാത്രി ആരോ റോഡിൽ താമര വരച്ചത്, അതിനകത്ത് ഈ എതളില് നമുക്ക് സ്വർണ്ണ പെയിന്റ് അടിക്കണം. ഞാൻ ഇട്ടല്ല മെസ്സേജ്. അന്നത്തെ സുരേഷ് ഗോപിയെ മലയാളികൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്താണ്? ഒരു വിഭാഗത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി അയാൾ. സത്യം പറഞ്ഞാൽ അയാളുടെ പഴയ സിനിമ പോലും ഇപ്പോൾ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണുള്ളത്. ഇനി അയാൾ മലയാള സിനിമയിൽ മടങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പഴയ നഷ്ടപ്പെട്ടു പോയ കരിയറൊക്കെ ഇനി തിരിച്ച് വീണ്ടെടുക്കാതെ ഇതിനെ കഴിയും. ഞാൻ ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ അയാൾ ട്രോൾ ചെയ്തല്ല, വളരെ സത്യസന്ധമായിട്ട് ഞാനുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്.